Good morning. Okay, അത് റെക്കോർഡ് ഓൺ ആവാൻ 1-2 മിനിറ്റ് എടുത്തു. അതുകൊണ്ടാണ് കേട്ടോ. ഞാനിവിടെ നിശമ ഇറങ്ങിയപ്പോ തന്നെ ഞാൻ ക്ലാസ്സിലൂടെ ഉണ്ടായിരുന്നു. റെക്കോർഡ് ആവാനായിട്ട് ഒരു 2 മിനിറ്റ് ഇരുന്നുകൊണ്ടാണ് നമുക്ക് 2 മിനിറ്റ് വൈകിയത്. ഓക്കെ, നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയറ്ററി സർവീസ് കംപ്ലീറ്റ് ആക്കിയില്ലായിരുന്നോ ചാപ്റ്റർ? ഓക്കെ, ഫുള്ള് കഴിഞ്ഞില്ലായിരുന്നോ? എല്ലാ പോയിന്റ്സും പറഞ്ഞു കഴിഞ്ഞില്ലായിരുന്നോ ലാസ്റ്റത്തെ? യെസ്, ഏതാണ് പോളിസി ആൻഡ് പ്രൊസീജിയർ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡയറ്ററി എന്ന് പറഞ്ഞ അതിനകത്തുള്ള എല്ലാ പോയിന്റ്സും കഴിഞ്ഞു അല്ലേ? യെസ്, ഓക്കെ, വെരി ഗുഡ്. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ ആണ് എടുക്കുന്നത്, ഡയാലിസിസ് സർവീസ്. ഇത് നിങ്ങളുടെ മൊഡ്യൂള് 2-ല് 8ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റില് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഓർഡർ ഒന്ന് നോക്കി വെക്കാം. ഡയറ്ററി കഴിഞ്ഞ അടുത്ത ചാപ്റ്റർ ഡയാലിസിസ് ആണ്. മൊഡ്യൂൾ 2-ലെ 8ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ, ഡയാലിസിസ്. ഓക്കെ, പേജ് നമ്പർ 50. ഇവിടെ ജെസ്സി ഇവിടെ മെസ്സേജ് ചെയ്തിട്ടിട്ടുണ്ട്, പേജ് നമ്പർ 50. ഓക്കെ, എല്ലാവരും എടുത്തോ പേജ്? ഓക്കെ, റെഡി ആയോ? യെസ്, ഡയാലിസിസ്. അപ്പൊ ഡയാലിസിസിനെ കുറിച്ച് പറയുന്നതിനൊക്കെ മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു, ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നവരുണ്ടോ, അല്ലെങ്കിൽ വീട്ടിലൊക്കെ ആരെങ്കിലും റിലേറ്റീവ്സ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ച് അവരോട് മനസ്സിലാക്കുക എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഡയാലിസിസ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് ഞാൻ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ പറഞ്ഞായിരുന്നു അല്ലെ? ആരെങ്കിലും ഒക്കെ ചോദിച്ചായിരുന്നോ? യെസ്, ചോദിച്ചു. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ. കിഡ്നിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയണം, എന്നിട്ട് വേണം നമുക്ക് ഡയാലിസിസിൽ കിടക്കാനായിട്ട്. അതായത് നമുക്കറിയാം, നമ്മുടെ വിസർജന വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത് അല്ലെ? മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗൻ ഓഫ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത്. കിഡ്നി എന്താ ചെയ്യുന്നത്? കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താ? നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ശുദ്ധീകരിക്കുന്ന ഒരു അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡിൽ ഉണ്ടാകുന്ന യൂറിയ, ലവണങ്ങള്, പിന്നെ അത് എക്സസ് ആയിട്ടുള്ള വാട്ടർ, ഇതിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ കിഡ്നിയുടെ ഫങ്ഷൻസ് നിങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. എന്താ പറഞ്ഞത്? നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത് അല്ലെ? മനുഷ്യ ശരീരത്തിലെ അരിപ്പ, ഫിൽറ്റർ, മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന ഒരു വിസർജന അവയവമാണ് കിഡ്നി എന്ന് നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. കിഡ്നിയുടെ ഷേപ്പ് എന്താ അറിയോ? ബീൻ ഷേപ്പ് ആണ് അല്ലെ? ബീൻ ഷേപ്ഡ് ഓർഗൻ ആണ്. വാട്ടർ, എക്സസ് ഫ്ലൂയിഡ് ഫ്രം ദ ബ്ലഡ്. ഓക്കെ, വെരി ഗുഡ്. സഫീറ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ബീൻ ഷേപ്പ് ഓർഗൻ ആണെന്ന് പറഞ്ഞു അല്ലെ? 2 ബീൻ ഷേപ്ഡ് ഓർഗൻ ആൻഡ് ഈച്ച് അബൌട്ട് ദ സൈസ് ഓഫ് യുവർ ഫിസ്റ്റ്. നമ്മുടെ കൈമുഷ്ടിയുടെ വലുപ്പമാണ് ഓരോന്നിനും അല്ലെ? നമ്മുടെ കൈമുഷ്ടി, നമ്മൾ ഓരോരുത്തർ കൈ ഇങ്ങനെ ചുറ്റി പിടിച്ച നമ്മുടെ കൈമുഷ്ടിയുടെ അത്രയും വലിപ്പമുള്ള 2 ബീൻ ഷേപ്പ് ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത്. ഇതെവിടെ ഇരിക്കുന്നതെന്ന് അറിയോ? ലൊക്കേറ്റഡ് ജസ്റ്റ് ബിലോ ദ റിബ് കേജ്. നമ്മുടെ വാരിയലില്ലേ, അതിന്റെ ബിലോയിലെ പുറകിലായിട്ട് 1 ഈച്ച് സൈഡ് ഓഫ് യുവർ സ്പൈൻ. നട്ടലിന്റെ ഇരുവശത്തുമായിട്ട് റിബ് കേജിന്റെ ബാക്കിലായിട്ടാണ് അത് ഇരിക്കുന്നത്, വാരിയലുകളുടെ ബാക്കില്. ഓക്കെ, പൊസിഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. They are located just below the rib cage and 1 on each side of your spine. നട്ടലിന്റെ 2 വശങ്ങളിലുമായിട്ട് റിബ് കേജിന്റെ ബാക്കിലായിട്ടാണ് കിഡ്നിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്കറിയാം കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താ? ബ്ലഡിൽ നിന്നുള്ള യൂറിയ, ലവണങ്ങള്, എക്സസ് ഫ്ലൂയിഡ്, ഇതിനെയൊക്കെ വേസ്റ്റുകള് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ്, അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് എന്താ പറഞ്ഞത്? നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ശുദ്ധീകരിക്കുന്ന ഒരു അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത്. എന്നാൽ ചില ഇൻഫെക്ഷൻ മൂലോ അല്ലെങ്കിൽ പ്രമേഹമൊക്കെ അല്ലെങ്കിൽ ഹൈ BP ഇതൊക്കെ മൂലം കിഡ്നിക്ക് എന്താ, അല്ലെങ്കിൽ ചിലപ്പോ പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ,
നമ്മൾ പറഞ്ഞല്ലോ പ്രമേഹമൊക്കെ അങ്ങനെ വേണമെങ്കിൽ വരാം. ഇതൊക്കെ മൂലം കിഡ്നിക്ക് അതിന്റെ നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ കിഡ്നിക്ക് ഫെയിലിയർ ആവുകയാണ്. എന്നിട്ട് അത് കൂടി കൂടി വന്ന് ലാസ്റ്റ് ഒരു കിഡ്നി ഫെയിലിയർ, അതായത് എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ, രോഗം കൂടി എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്നൊരവസ്ഥയിലേക്ക് വരാം. അപ്പോ ആ ഒരു കണ്ടീഷനിൽ ആ ഒരു പേഷ്യന്റിന് 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ അവർക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ അവർക്ക് ഡയാലിസിസ് ചെയ്യാം, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാം എന്നുള്ളൊരു റീപ്ലേസ്മെന്റ്. ഓക്കെ, ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ, ആ കിഡ്നി രോഗം കൂടി കൂടി ലാസ്റ്റ് എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്നൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ആ ഒരു പേഷ്യന്റ് മുന്നിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുക, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ എന്താ ഡയാലിസിസ് എന്ന് പറയുന്നത്? നമ്മുടെ കിഡ്നി രോഗം ഉള്ളവരില് അവരുടെ രോഗമൊക്കെ കൂടുമ്പോൾ കിഡ്നിക്ക് നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. കിഡ്നിയുടെ ഫങ്ഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ചു അല്ലെ, ബ്ലഡിൽ നിന്നുള്ള യൂറിയ, ലവണങ്ങള്, എക്സസ് വാട്ടർ, ഇതിനെയൊക്കെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുന്ന ഓർഗൻ ആണ് കിഡ്നി എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കിഡ്നിക്ക് രോഗം കൂടി കൂടി വരുമ്പോൾ കിഡ്നിക്ക് നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് അത് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ ഒരു പ്രോസസ്സിലൂടെ പുറത്ത് കളയുന്നതിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കിഡ്നി ചെയ്യുന്ന അതേ പ്രവർത്തന ചെയ്യുന്നത്. കിഡ്നിക്ക് കിഡ്നിയുടെ നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തില് എന്ത് ചെയ്യുന്നു, ആ കിഡ്നി ചെയ്യുന്ന അതേ പ്രവർത്തനം ഒരു പ്രോസസ്സിലൂടെ പുറത്ത് കളയുന്നതിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഡയാലിസിസ് എന്താന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് വരാം. ഒന്ന് ശ്രദ്ധിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കി. നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്ത് വെച്ചോ കേട്ടോ. ടെക്സ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. ഓക്കെ, the kidneys are the organs that purify the blood. ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓർഗൻ പ്യൂരിഫൈ ദ ബ്ലഡ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഏത് ഓർഗൻ ആണ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗൻ ആണ്? കിഡ്നീസ്, കിഡ്നികള്. കിഡ്നീസ് ആർ ദ ഓർഗൻസ് ദാറ്റ് പ്യൂരിഫൈ ദ ബ്ലഡ് by removing waste and excess fluid from your body. നമ്മുടെ ബോഡിയിലുള്ള അതായത് ബ്ലഡിലുള്ള വേസ്റ്റുകള്, എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്, ഇതിനെയൊക്കെ റിമൂവ് ചെയ്ത് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് കിഡ്നീസ് എന്ന് പറയുന്നത്. This waste is sent to bladder. അപ്പൊ അവര് റിമൂവ് ചെയ്യുന്ന വേസ്റ്റ് എങ്ങോട്ടാ അയക്കുന്നത്? ബ്ലാഡർ, യൂറിനറി ബ്ലാഡറിലേക്ക്, മൂത്രസഞ്ചി അല്ലെ, ആ ബ്ലാഡറിലേക്ക് അയക്കുന്നു. ഫോർ എലിമിനേഷൻ വെൻ യു യൂറിനേറ്റ്. നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോഴും അത് എന്ത് ചെയ്യുന്നു? അത് പുറത്തേക്ക് പോകുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോഴും എന്താണ്, ആ വേസ്റ്റുകൾ യൂറിനറി ബ്ലാഡറിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോവുക ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ബ്ലഡിലുള്ള വേസ്റ്റുകളൊക്കെ പ്യൂരിഫൈ ചെയ്യുന്നത്. കിഡ്നി എന്ത് ചെയ്യുന്നു? ആ ബ്ലഡിൽ നിന്നുള്ള വേസ്റ്റുകളെയൊക്കെ റിമൂവ് ചെയ്തിട്ട് യൂറിനറി ബ്ലാഡറിലേക്ക് അയക്കുന്നു. മൂത്രസഞ്ചി, ആ യൂറിനറി ബ്ലാഡറിലേക്ക് അയച്ചിട്ട് നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോഴും അത് പുറത്തേക്ക് കളയുന്നു. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. കിഡ്നീസ് ആർ ദ ഓർഗൻസ് ദാറ്റ് പ്യൂരിഫൈ ദ ബ്ലഡ്. ഓക്കെ, this waste is sent to the bladder for elimination when you urinate. നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ഈ വേസ്റ്റ് യൂറിനറി ബ്ലാഡറിലേക്ക് അയച്ച അല്ലെങ്കിൽ ഉള്ള വേസ്റ്റ് നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോഴും അത് പുറത്തേക്ക് കളയുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. Dialysis is a kind of treatment that removes extra fluid and waste product from blood when the kidneys are not able to do. കിഡ്നിയുടെ പ്രവർത്തനം ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തില് നമ്മുടെ ബ്ലഡിലുള്ള എക്സ്ട്രാ ഫ്ലൂയിഡ്, വേസ്റ്റ് പ്രൊഡക്റ്റ് ഇതൊക്കെ റിമൂവ് ചെയ്യുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. ഡാഷ് ഈസ് എ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ ചോദിക്കാം the treatment that remove the extra fluid and the waste product from blood when the kidneys are not able to do. ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. രണ്ടാമത്തെ സെന്റൻസ്, dialysis is a kind of treatment
that remove the extra fluid and the waste product from blood when the kidneys are not able to do. അപ്പൊ കിഡ്നിക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ മൂലം കിഡ്നിയുടെ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ബ്ലഡിലുള്ള എക്സ്ട്രാ ഫ്ലൂയിഡ് വേസ്റ്റിനെയൊക്കെ റിമൂവ് ചെയ്യുന്നത് ഒരു ട്രീറ്റ്മെന്റിലൂടെയാണ്. ആ ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. Dialysis was first used effectively in the 1940s. 1940കളിലാണ് ഇത് ഫലപ്രദമായിട്ട് ഈ ഒരു ട്രീറ്റ്മെന്റ്, ഡയാലിസിസ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്തത്. First used effectively in 1940s and become a standard treatment for kidney failure starting in 1970. 1970 അതിനൊരു സ്റ്റാൻഡേർഡ് കിഡ്നി ഫെയിലിയറിനായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു 1970കളിൽ. Following this, അപ്പൊ അതിനെ പിന്തുടർന്നുകൊണ്ട് millions of patients have been benefited by this treatment. ധാരാളം millions of people അവർക്ക് എന്താണ് അതിനൊരു പ്രയോജനം കിട്ടി, ഒരു ബെനിഫിഷ്യൽ ആയി ഈ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട്. ഒത്തിരി ആളുകള് ഈ ഇങ്ങനെ കിഡ്നിക്ക് രോഗമൊക്കെ വന്ന് നമുക്ക് കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഡയാലിസിസ് ചെയ്ത് ജീവിതം കൊണ്ടുപോകുന്ന ഒത്തിരി ആളുകളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, 2 ഓപ്ഷനുള്ളൂ. കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്ത് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയാലിസിസ് മൂലം അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റിൽ കൂടെ ജീവിതം നിലനിർത്തുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോ ഇതിന് വെച്ചാൽ ഈ ഒരു ട്രീറ്റ്മെന്റ് വന്നതോടുകൂടി ധാരാളം ആളുകൾക്ക്, മില്യൺസ് ഓഫ് പീപ്പിൾ പറഞ്ഞിട്ടുണ്ട്, മില്യൺസ് ഓഫ് പീപ്പിളിന് ഇത് എന്തായാലും ബെനിഫിഷ്യൽ ആയി, അവർക്കൊരു നല്ല ഒരു ഗുണപ്രദമായിട്ട് അല്ലെങ്കിൽ അവർക്കത് പ്രയോജനപ്പെട്ടു, ഈ ഒരു ട്രീറ്റ്മെന്റ് പ്രയോജനപ്പെട്ടു. അല്ലെ, ഡയാലിസിസിലൂടെയൊക്കെ ജീവിക്കുന്ന ഒത്തിരി പേരില്ലേ? ഇല്ലേ? യെസ്. അവർക്കൊക്കെ നല്ലൊരു പ്രയോജനപ്രദമാണ് ഈ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി ആളുകൾക്ക് ഈ ഒരു ട്രീറ്റ്മെന്റിലൂടെ ഒത്തിരി പ്രയോജനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ഡയാലിസിസ് ക്യാൻ ബി ഡൺ ഇൻ എ ഹോസ്പിറ്റൽ, എ ഡയാലിസിസ് സെന്റർ ഓർ അറ്റ് ഹോം. അപ്പൊ ഇത് എവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ഡയാലിസിസ് ക്യാൻ ബി ഡൺ ഇൻ എ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൽ പോയി ചെയ്യാം. ഹോസ്പിറ്റലിൽ നമുക്ക് പോയി ഡയാലിസിസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററിൽ ചെയ്യാം, അല്ലെങ്കിലോ നമുക്ക് എന്താണ് വീടുകളിലാണെങ്കിലും എന്തോ ഓക്കെ ഓർ അറ്റ് ഹോം, അല്ലെങ്കിൽ വീടുകളിലാണെങ്കിലും ചെയ്യാം. അത് നമുക്കപ്പോ ഹോസ്പിറ്റലിൽ ചെയ്യാം, ഡയാലിസിസ് സെന്ററിൽ പോയി വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വീടുകളിലാണെങ്കിലും ചെയ്യാം. ഓക്കെ, ഇത് എവിടെ ചെയ്യണം എന്നുള്ളത് ആരാ തീരുമാനിക്കുക? The doctor will determine which type of dialysis and the best place. ഡോക്ടർ ആണ് തീരുമാനിക്കുന്നത്. ഡിറ്റർമിൻ എന്ന് വെച്ചാൽ എന്താ? തീരുമാനിക്കുക, നിശ്ചയിക്കുക. ഡോക്ടറാണ് നിശ്ചയിക്കുന്നത് ഏത് തരത്തിലുള്ള ഡയാലിസിസ് വേണം. ആൻഡ് ദ ബെസ്റ്റ് പ്ലേസ്, അവർക്ക് ഏറ്റവും ബെസ്റ്റ് എവിടെയാണ്? ഹോസ്പിറ്റലിൽ വന്ന് ചെയ്യുന്നതാണോ, വീടുകളിൽ ചെയ്യുന്നതാണോ, ഡയാലിസിസ് സെന്ററിൽ ചെയ്യുന്നതാണോ, ഏതാണ് അവരുടെ ബെസ്റ്റ് പ്ലേസ് എന്നുള്ളത് തീരുമാനിക്കുന്നതും ഏത് ടൈപ്പ് ഡയാലിസിസ് ചെയ്യണമെന്നും തീരുമാനിക്കുന്നതും ഡോക്ടറാണ്. എന്തിന് ബേസ് ചെയ്താ നോക്കിയേ? ബേസ്ഡ് ഓൺ മെഡിക്കൽ കണ്ടീഷൻ. അപ്പൊ ആ പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ, അവരുടെ ആരോഗ്യനില നോക്കിയിട്ട് പേഷ്യന്റ് ആണ് തീരുമാനിക്കുന്നത് ഏത് തരത്തിലുള്ള ഡയാലിസിസ് ചെയ്യണം, അവർക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള പ്ലേസ് ഏതാണ് എന്നെല്ലാം നിശ്ചയിക്കുന്നത് ഡോക്ടറാണ്. ഓക്കെ, the length of the dialysis treatment relies on body size, amount of waste in the body and the present state of health. ഈ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ലെങ്ത്, അപ്പൊ എത്ര സമയം ചെയ്യണം, അത് ഇപ്പൊ നമ്മള് എങ്ങനെയാണ്, ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യണോ അല്ലെങ്കിൽ ഡെയിലി ചെയ്യണോ, അതൊക്കെ അതിന്റെ ആ സൈക്കിള്, ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് എങ്ങനെയാ വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മുടെ ബോഡിയുടെ സൈസ് അനുസരിച്ച്, റിലൈ ഓൺ ബോഡി സൈസ്, നമ്മുടെ ബോഡിയുടെ സൈസ് അനുസരിച്ച്, ആൻഡ് എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് അനുസരിച്ച്. അപ്പൊ വേസ്റ്റ് കുറവൊക്കെ ഉള്ളെങ്കിൽ ദിവസത്തിന് വേണ്ടി 2 പ്രാവശ്യം ചെയ്താൽ മതിയാവും. എന്നാൽ നമ്മുടെ ബോഡിയിൽ ഒത്തിരി വേസ്റ്റുകൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ളത് ഡയാലിസിസിന്റെ ആ നമ്പർ കൂട്ടേണ്ട വരും. ചിലപ്പോ അപ്പൊ നമ്മള് 4 പ്രാവശ്യം ഒക്കെ അങ്ങനെ ചെയ്യേണ്ടി വരാം.
അപ്പൊ അതാ പറഞ്ഞേക്കുന്നത് നമ്മുടെ ബോഡിയിൽ എത്രത്തോളം വേസ്റ്റ് ഉണ്ടാകുന്നു അതിനെ ബേസ് ചെയ്തിരിക്കും. ആൻഡ് ദ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ അവസ്ഥ എങ്ങനെയാണ് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ആ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് വ്യത്യാസപ്പെട്ടിരിക്കും. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ. ദ ലെങ്ത് ഓഫ് ദ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് റിലേ ഓൺ ഡാഷ്, എങ്ങനെയൊക്കെ അനുസരിച്ചിരിക്കും? ബോഡി സൈസ്, amount of waste in the body and the present state of health. നമ്മുടെ ബോഡിയുടെ സൈസ് അനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റിന്റെ അളവ്, എത്രത്തോളം വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യനില എങ്ങനെയാണ് എന്നിനെയൊക്കെ അടിസ്ഥാനമാക്കി അതിന്റെ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് വ്യത്യാസപ്പെടാം. ഓക്കെ, ആ ഒരു പാരഗ്രാഫില് ഫസ്റ്റ് ലൈനും അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ. Dialysis can be done in hospital, dialysis center or at home. ഇപ്പൊ ഹോസ്പിറ്റലിൽ വേണേൽ ചെയ്യാം, ഡയാലിസിസ് സെന്ററിൽ വേണേൽ ചെയ്യാം, വീട്ടിലാണെങ്കിലും ചെയ്യാം. ആരാ നിശ്ചയിക്കുന്നത് എവിടെയാണെന്ന് ചെയ്യേണ്ടത്? ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. ഏത് തരത്തിലുള്ള ഡയാലിസിസ് ആണ് ആ പേഷ്യന്റിന് അനുയോജ്യം, ഏത് പ്ലേസ് ആണ്, എവിടെ വേണം, വീട്ടിൽ ചെയ്താൽ മതിയോ എന്നെല്ലാം ആ പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. പിന്നെ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത്തും വ്യത്യാസപ്പെടാം. നമ്മുടെ ബോഡിയുടെ സൈസ് അനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് എത്രത്തോളം വേസ്റ്റ് ഉണ്ടാകും, വേസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ആ ലെങ്ത് കൂട്ടേണ്ട വരും. അന്ത പ്രസന്റ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഹെൽത്ത് എങ്ങനെയാണ് അതൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടാം. ഇനി നോക്കിയേ, നെക്സ്റ്റ് യൂസസ് ആ പറയുന്നത്. ഡയാലിസിസ് ഈസ് ബെനിഫിഷ്യൽ ഫോർ 2 ഡിഫറെന്റ് സിറ്റുവേഷൻസ്. 2 സിറ്റുവേഷൻസിൽ ഡയാലിസിസ് ബെനിഫിഷ്യൽ ആണ്, പ്രയോജനപ്രദമാണ്. അപ്പൊ ഏതെല്ലാം സിറ്റുവേഷൻസിൽ നമുക്ക് ഡയാലിസിസ് പ്രയോജനപ്രദമാണ്? ഡയാലിസിസ് ഈസ് ബെനിഫിഷ്യൽ ഫോർ 2 ഡിഫറെന്റ് സിറ്റുവേഷൻസ്. 2 സിറ്റുവേഷൻസിൽ, 2 സാഹചര്യങ്ങളിൽ ഡയാലിസിസ് നമുക്ക് പ്രയോജനപ്രദമാണ്. ഒന്നാമത് നോക്കിയേ, dialysis may be used for patients who have recently lost kidney function. Recent എന്ന് പറഞ്ഞാൽ ഈ അടുത്തിടെ ആയിട്ട് വൃക്കകളുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്നവർക്ക് ഡയാലിസിസ് യൂസ്ഫുൾ ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ എങ്ങനെയാ? Dialysis may be used for patients who have recently lost kidney function. Recent ആയിട്ട്, ഈ അടുത്തിടെ വൃക്കകളുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്നവർക്ക് ഡയാലിസിസ് ബെനിഫിഷ്യൽ ആണ്. അതിന് എന്താ പറയുന്നത്? അക്യൂട്ട് റീനൽ ഫെയിലിയർ, AKI. ഇതിനകത്ത് താഴെ പറയുന്നുണ്ട് കേട്ടോ, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, AKI എന്നുള്ളത് പറയുന്നുണ്ട്. അതിനെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, അക്യൂട്ട് റീനൽ ഫെയിലിയർ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ ഡയാലിസിസ് 2 തരത്തിലുള്ള ആളുകൾക്ക് ബെനിഫിഷ്യൽ ആണെന്ന് പറഞ്ഞു. അതിനകത്ത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്താ? ഡയാലിസിസ് മേ ബി യൂസ്ഡ് ഫോർ പേഷ്യന്റ് who have recently lost kidney function. ഈ അടുത്തിടെ വൃക്കകളുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്നവർക്ക് ഡയാലിസിസ് ബെനിഫിഷ്യൽ ആണ്. അതായത് നമ്മൾ പറയാണ്, ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന്, അത് സഡൻ ലോസ് ഓഫ് കിഡ്നി ഫെയിലിയർ ആണ് കേട്ടോ ഈ AKI എന്ന് പറയുന്നത്. ഈ എന്തെങ്കിലും നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ അധികം സമയം എടുത്ത് ഉണ്ടാവുന്നതല്ല. അതിന്റെ നമുക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ കാരണം എന്താണെന്നൊക്കെ നമ്മൾ കോസ് കണ്ടുപിടിച്ചാൽ നമുക്ക് കുറച്ച് ദിവസം ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് പ്രത്യേകത. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസാ പറയുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞ് കുറച്ച് ദിവസം നമ്മള് ഒരു പാമ്പ് കടി ഏൽക്കാം, അത് പെട്ടെന്ന് നമ്മൾ സഡൻ ആയിട്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവർക്കിടെ എന്താ ഡയാലിസിസ് നമ്മൾ 2-3 ദിവസമൊക്കെ ആ ഡയാലിസിസ് ചെയ്ത് നമുക്ക് എന്താ അവർക്കിടെ ആ കിഡ്നി നമുക്ക് നോർമൽ, ആ ബ്ലഡ് ഒക്കെ മാറ്റി നോർമൽ ആയി കഴിയുമ്പോൾ നമുക്ക് ഡയാലിസിസ് നിർത്താം. പിന്നെ ആ പേഷ്യന്റിന്റെ ഡയാലിസിസിന്റെ ആവശ്യമില്ല, അവര് നോർമൽ അവർക്കുടെ കിഡ്നി തന്നെ ഫങ്ഷൻ ചെയ്തോളൂ. അതാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് കുറച്ച് നാള് നമുക്ക്, അല്ലെങ്കിൽ കുറച്ച് ദിവസം, അല്ലെങ്കിൽ 1 ആഴ്ച അങ്ങനെയൊക്കെ നമുക്കൊരു ടൈം ഉണ്ട്. അത് അത്രയും ദിവസം നമുക്ക് ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആകാനുള്ള സാധ്യതയുണ്ട് അവിടെ. അപ്പൊ നമുക്ക് ആ സമയത്ത് നമ്മുടെ കിഡ്നി നോർമൽ ആയി കഴിയുമ്പോൾ ഡയാലിസിസ് നിർത്താം. ഓക്കെ, അതാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നോക്കി, അവിടെ ഡീറ്റെയിൽ താഴെ പറയുന്നുണ്ട് കേട്ടോ.
അപ്പൊ എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് സംഭവിക്കുന്നതാണ്, അത് സമയമെടുത്ത് ഉണ്ടാകുന്നതല്ല. അതിന്റെ കാരണം നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഫസ്റ്റ് ദിവസം ഡയാലിസിസ് ചെയ്തിട്ട് പഴയത് നമുക്ക് കിഡ്നി നോർമൽ ആവുമ്പോൾ കിഡ്നി തന്നെ പിന്നെ പ്രവർത്തിക്കുക, അത് ഫങ്ഷൻ ചെയ്തുകൊള്ളും. അതാണ് റിവേഴ്സ് ആണ് അത്. ഇനി നോക്കിയേ രണ്ടാമത്തെ ടൈപ്പ് എന്താ, യൂസ്ഡ് ഫോർ പേഷ്യന്റ് ഹൂ പെർമനന്റ്ലി. പെർമനന്റ്ലി എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് കിഡ്നിയുടെ ഫങ്ഷൻ നഷ്ടപ്പെടുകയാണെങ്കിൽ, പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻ, അതിന്റെ എന്താ പറഞ്ഞേക്കുന്നത്, ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ഓർ റീനൽ ഫെയിലിയർ. ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, പേഷ്യന്റ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻ, കിഡ്നിയുടെ പ്രവർത്തനം സ്ഥിരമായിട്ട് നഷ്ടപ്പെടുകയാണ്. അപ്പൊ അവർക്ക് എന്താ പറയാ, ഇനിയുള്ള ജീവൻ നിലനിർത്തണമെങ്കിൽ, ഇനി അല്ലെങ്കിൽ അവരുടെ എന്താ അവരുടെ ജീവൻ ഉള്ളിടത്തോളം നാള് എന്ത് ചെയ്യണം, അവർ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഒരിക്കലും പഴയ കിഡ്നിയിലേക്ക് വരില്ല. അതാണ് എൻഡ് സ്റ്റേജ് ഓർ ക്രോണിക് റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് കിഡ്നിയുടെ ഫങ്ഷൻ നഷ്ടപ്പെടുകയാണ്. അത് എക്സാമിന് ഇങ്ങനെ ചോദിക്കാം കേട്ടോ. ദ പേഷ്യന്റ് ഹൂ ഫൗണ്ട് റീസെന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻ, എന്തെന്നാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ. ഓക്കെ, ദ പേഷ്യന്റ് ഹൂ ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻ എന്തെന്ന് പറയാം, ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ. അത് രണ്ടും അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. എന്നിട്ട് അതിനകത്ത് ഏതാന്ന് ചോദിക്കാം. ഓക്കെ, റീസെന്റ് ആയിട്ട് ഈ അടുത്തിടെ കിഡ്നികളുടെ പ്രവർത്തനം നഷ്ടപ്പെടുകയാണെങ്കിൽ അതാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. എന്നാൽ പെർമനന്റ് ആയിട്ട് കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെടുകയാണ്, അതിനെയാണ് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് കിഡ്നി ഒരിക്കലും പഴയ രീതിയിലേക്ക് വരൂല, പെർമനന്റ് ആയിട്ട് കിഡ്നിയുടെ ഫങ്ഷൻ നഷ്ടപ്പെടുകയാണ്. അപ്പൊ അവർക്ക് ഇനിയുള്ള കാലം മുഴുവനും എന്ത് ചെയ്യുക, അവർക്ക് ഒന്നിനെ ഡയാലിസിസ് ചെയ്യുക അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ അവർക്കുള്ളൂ. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ എന്താണ് എന്താ എൻഡ് സ്റ്റേജ് പ്രമേഹമൊക്കെ കൂടി എൻഡ് സ്റ്റേജ് ഫെയിലിയറിലേക്ക് വരികയാണെങ്കിൽ. ഓക്കെ, അപ്പൊ അവർക്കെന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് മുഴുവനും ഡയാലിസിസ് ചെയ്യേണ്ടി വരും. അത് രണ്ട് ക്ലിയർ ആയോ? ആ സെന്റൻസ് തന്നെ തരൂ കേട്ടോ. എന്നിട്ട് അതിനകത്ത് ഏതിലാ വരുന്നതെന്ന് ചോദിക്കും. ക്ലിയർ ആയില്ലേ രണ്ടെണ്ണം? അക്യൂട്ട് റീനൽ ഫെയിലിയറും ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയറും. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കാനുണ്ട് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. അവിടെ ഒരു എക്സ്പാൻഡഡ് ഫോം അവിടെ ഉണ്ട്, അത് നോട്ട് ചെയ്തിടുക. AKI, എക്സ്പാൻഡ് AKI. എന്താണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി AKI. നോക്കിയാ എന്താ പറയുന്നത്, എ സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഓർ കിഡ്നി ഡാമേജ്. ഇത് പെട്ടെന്ന് സംഭവിക്കുകയാണ്, ഞാൻ പറഞ്ഞില്ലേ സമയം എടുത്തുണ്ടാവുന്നതല്ല, പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഓർ കിഡ്നി ഇഞ്ചുറി. ദിസ് ഹാപ്പൻ വിത്തിൻ എ ഫ്യൂ അവേഴ്സ് ഓർ ഡേയ്സ്. ഈ അടുത്ത മണിക്കൂറുകൾ അല്ലെങ്കിൽ അടുത്ത ദിവസം കൊണ്ട് നമുക്ക് ഈ അടുത്തിടെ സംഭവിക്കുന്ന കാര്യമാണ്. Okay, AKI is normally treated in a hospital setting with the intravenous fluid. Intravenous fluid എന്ന് വെച്ചാൽ given through the vein. വെയിനിൽ കൂടെ കൊടുക്കുന്നത്, ഞരമ്പുകളിലൂടെ നമ്മൾ കൊടുക്കൂലേ, അതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് അതെന്താ ഡയാലിസിസ് ചെയ്യാൻ പറ്റും. AKI is normally treated in a hospital setting with the intravenous fluid. Intravenous fluid ഉള്ള ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലാണ് AKI acute kidney injury AKI ചികിത്സിക്കുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. AKI is normally treated in a hospital setting with the intravenous fluid. In critical cases, അത് ക്രിട്ടിക്കൽ ആണെങ്കിലോ dialysis may be also necessary for a short time till the kidney gets better. അല്ലെങ്കിൽ നമുക്ക് നോർമലി ആണെങ്കിൽ നമുക്ക് ആ വെയിനിൽ കൂടെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. വെയിനിൽ കൂടെ കൊടുത്ത ബ്ലഡ് ഒന്ന് എന്താ പറയാ മാറ്റിയാൽ മതി. ഇപ്പൊ നമ്മുടെ ബ്ലഡിൽ എന്തെങ്കിലും വിഷത്തിന്റെ അംശം വന്നു, അപ്പൊ നമുക്ക് ആ ബ്ലഡ് വെയിനിൽ കൂടെ തന്നെ നമുക്ക് എന്താ ആ ബ്ലഡ് മാറ്റിയിട്ട് നമുക്ക് വേറെ ബ്ലഡ് റീപ്ലേസ് ചെയ്യാം അവിടെ. In critical cases, critical ആണെങ്കിലോ ഡയാലിസിസ് may also be necessary. ഇനി ക്രിട്ടിക്കൽ ആണെങ്കിൽ ഡയാലിസിസ് അത്യാവശ്യമാണ്. For a short time, കുറച്ച് സമയത്തേക്ക്, till the kidneys get better. കിഡ്നി ബെറ്റർ ആവുന്ന വരെ, കിഡ്നിക്ക് അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്ന സമയം, അതാണ് കിഡ്നി ബെറ്റർ ആവുന്ന വരെയും
എന്താ ആ ഡയാലിസിസ് ചെയ്യാം. എന്നിട്ട് കിഡ്നി ഓക്കെ ആണെങ്കിലും പിന്നെ നമുക്ക് ഡയാലിസിസ് നിർത്താം, പിന്നെ കിഡ്നി അതിന്റെ ഫങ്ഷൻ ചെയ്തുകൊള്ളും. In critical cases, dialysis may also be necessary for a short time till the kidneys get better. അപ്പോൾ ക്രിട്ടിക്കൽ ആണെങ്കിൽ ഡയാലിസിസ് അത്യാവശ്യമാണ്. അത് കുറച്ച് സമയത്തേക്ക് മതി നമുക്ക്. അത് എന്നിട്ട് നമ്മുടെ കിഡ്നി ബെറ്റർ ആവുന്നത് വരെ ഡയാലിസിസ് ചെയ്യണം ക്രിട്ടിക്കൽ ആണെങ്കിൽ. ഓക്കെ, നോർമലി ആണെങ്കിൽ നമുക്ക് വെയിനിൽ കൂടെ തന്നെ കൊടുക്കാം. അതാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. അപ്പൊ അതിന് എക്സ്പാൻഡഡ് ഫോം നോക്കണം. പിന്നെ അതിനകത്ത് വരുന്നത് സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ അങ്ങനെ ചോദിച്ചാലും അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ആണ്. ഓക്കെ, അടുത്തതാണ് കിഡ്നി ഫെയിലിയർ. അത് എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ആണ് ഇവിടെ പറയുന്നുണ്ട്. കിഡ്നി ഫെയിലിയർ നോക്കി, ആസ് പെർ നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ഹാപ്പൻഡ് when the kidneys are functioning at only 10 to 15% of their normal function. അതായത് നമ്മൾ കിഡ്നിയുടെ ഫംഗ്ഷനിൽ കിഡ്നി ചെയ്യുന്ന പ്രവർത്തനം 100% പ്രവർത്തിക്കണേല് കിഡ്നി എത്രമാത്രം ചെയ്യുള്ളൂ? 10 തുടങ്ങി 10 to 15% മാത്രമേ ഫംഗ്ഷൻ ചെയ്യുള്ളൂ. നോർമൽ കിഡ്നി ഫംഗ്ഷൻ ചെയ്യുന്നതിന്റെ 10 to 15% മാത്രമേ കിഡ്നിക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ പറയുന്നത് ഏത്? കിഡ്നി ഫെയിലിയർ, എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. When the kidneys are functioning at only 10 to 50% of the normal function. ഇപ്പൊ കിഡ്നിയുടെ നോർമൽ ഫംഗ്ഷൻ 100% അതിന്റെ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ എത്ര ശതമാനം? 10 തുടങ്ങി 15% മാത്രമേ കിഡ്നിക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. കുറച്ച് വളരെ കുറവ് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത സ്റ്റേജ്, ഈ ഒരു അവസ്ഥയിൽ എന്ത് വേണം? The kidney will not be able to keep you alive without extra help. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കിഡ്നിക്ക് ഒരു എക്സ്ട്രാ ഹെൽപ്പ് ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല. The kidneys will not be able to keep you alive without extra help. അപ്പൊ ഒരു സാഹചര്യത്തില് എക്സ്ട്രാ ഹെൽപ്പ് ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല. അതായത് നമുക്ക് നോർമലി കിഡ്നിക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുമല്ലോ. ആകെ 10 തുടങ്ങി 15% മാത്രമേ കിഡ്നി ഫംഗ്ഷൻ ചെയ്യുള്ളൂ. ആ ഒരു സമയത്ത് കിഡ്നിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നേരെ നിൽക്കാൻ പറ്റില്ല. ഒരു എക്സ്ട്രാ ഹെൽപ്പ് ഇല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. അതിനെയാണ് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. With the kidney failure, dialysis is only able to do some of the work of the healthy kidney, but it is no cure for kidney disease. എന്താ പറഞ്ഞേക്കുന്നത്? വിത്ത് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകൾക്ക് ഡയാലിസിസ് എന്ന് പറഞ്ഞ എന്താണ്? ഈസ് ഓൺലി ഏബിൾ ടു ഡു സം ഓഫ് ദ വർക്ക് ഓഫ് ദ ഹെൽത്തി കിഡ്നി. ഹെൽത്തി കിഡ്നി നമ്മുടെ നല്ല ഹെൽത്തി കിഡ്നി ചെയ്യുന്ന ചില കുറച്ച് ജോലികൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡയാലിസിസ് ഈസ് ഓൺലി ഏബിൾ ടു ഡു സം ഓഫ് ദ വർക്ക് ഓഫ് ദ ഹെൽത്തി കിഡ്നി. അതെന്താ? ആ നമ്മുടെ ഹെൽത്തി കിഡ്നി ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഡയാലിസിസ് എന്ന് പറയുന്നത്. അല്ലാതെ ബട്ട് ഇറ്റ് ഈസ് നോ ക്യൂർ ഫോർ കിഡ്നി ഡിസീസ്. ഇത് കിഡ്നി രോഗങ്ങൾക്കുള്ള ഒരു മരുന്നല്ല എന്നാ പറയുന്നത്. അപ്പൊ കിഡ്നി ചെയ്യുന്ന പ്രവർത്തനം ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ കിഡ്നി രോഗത്തിനുള്ള ഒരു മരുന്നല്ല ഡയാലിസിസ് എന്ന് പറയുന്നത്. In the ESKD, the patient will require dialysis for the rest of your life. കണ്ടോ? അപ്പൊ ഈ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ആണെങ്കിൽ പേഷ്യന്റിന് എന്ത് വേണം? ഡയാലിസിസ് വേണം. ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്, അവരുടെ ജീവിത അവസാനം വരെ. അവർക്ക് എത്ര നാൾ ആയുസുണ്ട് ഇനി, അത്രയും നാള് എന്ത് ചെയ്യണം? ഡയാലിസിസ് വേണ്ടി വരും. ഓർ അല്ലെങ്കിലോ until he or she is able to get a kidney transplant. അല്ലെങ്കിൽ അവരെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയം വരെ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. ഇതാണ് ആ ഡിഫറൻസ്. മനസ്സിലായോ? അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസമാണെങ്കിലും നമ്മൾ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കിഡ്നി നമ്മുടെ നോർമൽ ഫംഗ്ഷൻ ചെയ്യാറാവുമ്പോൾ ഡയാലിസിസ് നമുക്ക് നിർത്താം, പിന്നെ കിഡ്നി തന്നെ ചെയ്തോളും. അതാണ് റിവേഴ്സ് ആണെന്ന് പറഞ്ഞത്.
എന്നാൽ ഇവിടെ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ രോഗങ്ങളൊക്കെ കൂടി കിഡ്നി അവസാനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ കുറച്ച് ഫംഗ്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 10 to 15% മാത്രമേ നോർമൽ കിഡ്നി ചെയ്യുന്ന ഫംഗ്ഷൻ ചെയ്യുള്ളൂ. ആ ഒരു സമയത്ത് എക്സ്ട്രാ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് അവിടെ നിലനിൽപ്പില്ല. ആ ഒരു സമയത്താണ് നമ്മൾ ഡയാലിസിസിനെ ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പൊ അവർക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പേഷ്യൻസിന് എന്താണ്, നമുക്ക് അവരുടെ ജീവിത അവസാനം വരെ അവര് ഡയാലിസിസ് ചെയ്തോണം. അപ്പൊ 1 മാസം ചെയ്തോ അല്ലെങ്കിൽ 2 മാസം ചെയ്തോ 1 വർഷം ചെയ്തിട്ടോ ഡയാലിസിസ് നിർത്താൻ പറ്റില്ല. പിന്നെ ഒരിക്കലും അവർക്കൊരു നോർമൽ കിഡ്നിയിലേക്ക് ഫംഗ്ഷൻ കിഡ്നിയുടെ അതിലേക്ക് വരാൻ പറ്റില്ല അവർക്ക്. പിന്നീട് അവർക്ക് എത്ര നാൾ ആയുസുണ്ടോ അത്ര നാളും അവര് ഡയാലിസിസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എങ്ങനെയാ, she or he is able to get kidney transplant. അല്ലെങ്കിൽ അവർ കിഡ്നി മാറ്റി വെക്കണം. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയം വരെ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ലെങ്കിലും ജീവിതാവസാനം വരെ പിന്നെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ, റിവേഴ്സിബിൾ ആണ്. തിരിച്ച് നമ്മുടെ പഴയ കിഡ്നിയിലേക്ക് പ്രവർത്തനങ്ങൾക്ക് അതിലേക്ക് തിരിച്ചൊരിക്കലും വരാൻ പറ്റില്ല. പിന്നെ അവസാനം വരെ ഇങ്ങനെയൊക്കെ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. ഡയാലിസിസ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് മാത്രമാണ്. അല്ലാതെ നമ്മൾ എന്താ പറയാ, ഈ ഹെൽത്തി കിഡ്നി ചെയ്യുന്ന ചില വർക്കുകള് ജോലികൾ മാത്രം ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അല്ലാതെ കിഡ്നി രോഗത്തിനുള്ള ഒരു മരുന്നല്ല ഡയാലിസിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ESKDയുടെ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ആ രണ്ടും അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയും കിഡ്നി ഫെയിലിയർ, അതായത് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്, അത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അത് രണ്ടും നോട്ട് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഇനി എന്തൊക്കെയാണ് കിഡ്നി ചെയ്യുന്നത്? ഹൗ ഇറ്റ് വർക്ക്? Dialysis discharges some of the duties that the kidney normally does to keep your body in balance, such as നമ്മൾ ഡിസ്ചാർജ് ചെയ്യുക പെർഫോം നിർവഹിക്കുക എന്നുള്ള മീനിങ് ആട്ടോ. നിർവഹിക്കുക നമ്മുടെ ബോഡിയിലെ ഒരു നോർമൽ സ്റ്റേജിൽ അത് ബാലൻസ് ചെയ്യാൻ, സന്തുലിതാവസ്ഥയിലാക്കി നിലനിർത്താൻ വേണ്ടി കിഡ്നി ചെയ്യുന്ന സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. അതായത് ഫങ്ഷൻസ് ആണ് കേട്ടോ. അത് കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. Dialysis perform or discharge some of the duties that the kidney normally does to keep your body in balance, such as നമ്മുടെ ബോഡിയെ സന്തുലിതാവസ്ഥയിൽ നിർത്തുന്നതിന് സാധാരണയായിട്ട് കിഡ്നി ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ. ഫസ്റ്റ് ഫങ്ഷൻ എന്താ? Properly functioning kidney prevent extra water, waste and other impurities from piling up in the body. Piling എന്ന് പറഞ്ഞാൽ എന്താ? അടിഞ്ഞു കൂടുക, അക്യുമുലേറ്റ് ചെയ്യുക. Piling up in the body. നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടുന്ന എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ്, ഇമ്പ്യൂരിറ്റി അതൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടാതെ പ്രിവെന്റ് ചെയ്യുന്നു. പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചാൽ തടയുന്നു. അതാണ് ഒന്നാമത്തെ ഫങ്ഷൻ കിഡ്നി ചെയ്യുന്നത്. Properly functioning kidney prevent ചെയ്യാന്ന് വെച്ചാൽ തടയുക. എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ് ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസ് ഫ്രം പൈലിംഗ് അപ്പ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ ഇതെല്ലാം അടിഞ്ഞു കൂടുന്നത് തടയുന്നു, പ്രിവെന്റ് ചെയ്യുന്നു. ഒന്നാമത്തെ ഫങ്ഷൻ. രണ്ടാമത്തെ നോക്കിയേ. സെക്കൻഡ് ഫങ്ഷൻ എന്താ? They also help to control blood pressure and to control the level of chemical elements in the blood. രണ്ടാമത്തെ എന്താ? They also help to control blood pressure and control the level of chemical elements in the blood. രണ്ടാമത്തെ ഫങ്ഷൻ നമുക്ക് പറയാം ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫങ്ഷൻ. They also help to control the blood pressure, BP, blood pressure control ചെയ്യുക. And to control the level of chemical elements. ഏതൊക്കെയാ കെമിക്കൽ എലിമെന്റ്സ്? സോഡിയം, പൊട്ടാസ്യം. ഇതിന്റെ ആ ലെവല് കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു. ഓക്കെ, 2 പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം നമുക്കത്.
കൺട്രോൾ ബ്ലഡ് പ്രഷർ. കിഡ്നി ചെയ്യുന്ന മറ്റൊരു ഫംഗ്ഷൻ എന്താ? ബ്ലഡ് പ്രഷർ, BP കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. രണ്ടാമത്തെ എന്താണ് അതിനകത്ത് പറയുന്നത്? കൺട്രോൾ ദ ലെവൽ ഓഫ് കെമിക്കൽ എലിമെന്റ്സ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിലുള്ള സോഡിയം പൊട്ടാസ്യം പോലുള്ള കെമിക്കൽ എലിമെന്റ്സ് അതിന്റെ ലെവല് നമുക്ക് കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു. ഇപ്പൊ മിക്കവരും പറയുന്ന ഒരു രോഗമാണ് അല്ലെ, സോഡിയം കുറഞ്ഞു പോയി, സോഡിയം കൂടിപ്പോയി, അങ്ങനെയൊക്കെ. അതിന്റെ ഒരു ലെവല് മെയിൻറ്റെയിൻ ചെയ്യണം. സോഡിയം പൊട്ടാസ്യം ലെവല് ആ ലെവല് കൺട്രോൾ ചെയ്യുക. അത് കൂടാതെയും കുറയാതെയൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതും കിഡ്നിയുടെ ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ഫംഗ്ഷൻ നോക്കിയേ. കിഡ്നി ക്യാൻ ഈവൻ ആക്ടിവേറ്റ് എ ഫോം ഓഫ് വൈറ്റമിൻ ഡി that enhance the absorption of calcium. ഒന്ന് ശ്രദ്ധിച്ചേ, kidneys even activate a form of vitamin D that enhance ചെയ്യാന്ന് വെച്ചാൽ വർദ്ധിപ്പിക്കുക. enhance ചെയ്യാന്ന് വെച്ചാൽ വർദ്ധിപ്പിക്കുക. ഇപ്പൊ എന്താ പറഞ്ഞിരുന്നത്? കാൽസ്യം അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ ഡിയുടെ ഒരു രൂപത്തെ പോലും കിഡ്നി സജ്ജമാക്കുന്നു. അതായത് എന്താ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ, ഈ കിഡ്നി ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ കാൽസിട്രിയോൾ എന്നാണ്. കാൽസിട്രിയോൾ, CALCITRIOL. കാൽസിട്രയോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു വൈറ്റമിൻ ഡിയുടെ ഒരു ഫോമാണ് അത്. കാൽസിട്രയോൾ ഈസ് എ ഫോം ഓഫ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ ഒരു ഫോമാണ് കാൽസിട്രയോൾ. ആ ഒരു ഹോർമോൺ കിഡ്നി എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എന്തിനു സഹായിക്കുന്നതാണ്? അത് ആ ഹോർമോൺ ദാറ്റ് ഹെൽപ് ടു ബോഡി അബ്സോർബ് കാൽസ്യം. കാൽസ്യം അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കുന്നത്, കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ അത് കിഡ്നി എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതവിടെ പറഞ്ഞേക്കുന്നത്. കിഡ്നി ഈവൻ ആക്ടിവേറ്റ് എ ഫോം ഓഫ് വൈറ്റമിൻ ഡി ദാറ്റ് എൻഹാൻസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. എന്ന് വെച്ചാൽ എന്താ? കാൽസ്യം അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കുന്ന, കാൽസ്യം അബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ എന്താ? ആഗിരണം ചെയ്യുക. കാൽസ്യം അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ ഡി അതിന്റെ ഒരു രൂപത്തെ പോലും കിഡ്നി സജ്ജമാക്കുന്നു. അതായത് ആ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാൽസിട്രയോൾ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ഈ കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അതോ കാൽസ്യം അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ ഡി അതിന്റെ ഒരു രൂപത്തെ പോലും കിഡ്നി സജ്ജമാക്കുന്നു. ക്ലിയർ ആയോ ആ പോയിന്റ്? ഒന്ന് വേണമെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഒന്ന് എഴുതി വെക്കുക. പിന്നീട് വായിക്കുമ്പോൾ തെറ്റിപ്പോലെ എന്തായാലും ഫുള്ള് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട. ഇതിനകത്ത് കിഡ്നിയുടെ ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ആ ഒരു പോയിന്റ് കണ്ടാൽ നിങ്ങൾ അത് കിഡ്നിയുടെ ഫംഗ്ഷനിൽ വരുന്നതാണോ അല്ലയോ എന്നൊന്ന് മനസ്സിലാക്കാൻ പഠിക്കാം. ഫുള്ള് ബൈ ഹാർട്ട് ചെയ്ത് ഫംഗ്ഷൻസ് ഫുള്ള് എഴുതാനുണ്ടാവില്ല. നമുക്ക് അവിടെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലയോ എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്ന അവിടെ? കാൽസ്യം അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു വൈറ്റമിൻ ഡി അതിന്റെ ഒരു രൂപത്തെ പോലും കിഡ്നി സജ്ജമാക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? കിഡ്നി ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാൽസിട്രയോൾ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താ? അതൊരു വൈറ്റമിൻ ഡിയുടെ ഒരു രൂപമാണ്. ഇറ്റ്സ് എ ഫോം ഓഫ് വൈറ്റമിൻ ഡി. അത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ബോഡിയെ കാൽസ്യത്തെ അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ബോഡി അബ്സോർബ് കാൽസ്യം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ. When kidneys are unable to perform this function, ഇനി കിഡ്നിയുടെ ഫംഗ്ഷൻ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? unable to perform this function, കിഡ്നിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ നിർവഹിക്കാൻ പറ്റിയില്ലെങ്കിലോ? ഡ്യൂ ടു ഡിസീസ് ഓർ ഇഞ്ചുറി, എന്തെങ്കിലും രോഗം മൂലമോ ഇഞ്ചുറി സംഭവിച്ചിട്ടോ ഒക്കെ കിഡ്നിക്ക് അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ
എന്താണ് ഡയാലിസിസ് അതിനെ ഹെൽപ്പ് ചെയ്യും അല്ലെ. ഇറ്റ് ഈസ് ഡയാലിസിസ് that can help the body run as normally as possible. അപ്പൊ നോർമലി നമ്മുടെ ബോഡീനെ റൺ ചെയ്യിക്കാൻ ആർക്ക് പറ്റും? ഡയാലിസിസിന് സഹായിക്കും അല്ലെ. ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് സഹായിക്കും. അപ്പൊ കിഡ്നിയുടെ ഫംഗ്ഷൻ നോർമൽ ഫങ്ഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. കിഡ്നി സാധാരണയായിട്ട് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് ബോഡി കൊടുത്തേക്കുന്നത്. 3 പോയിന്റ്സ് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടി ചേർത്ത് രണ്ടാമത്തെ പോയിന്റിന് ഒന്നും കൂടി നമുക്ക് വേണമെങ്കിൽ 2 ആക്കി എഴുതാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് 4 പോയിന്റ്സ് പറയുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള കിഡ്നിയുടെ ഫങ്ഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു ഡിസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ പറ്റിയോ നമുക്ക് കിഡ്നിക്ക് നോർമൽ ഈ ഫങ്ഷൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരെ ആര് സഹായിക്കും? ഡയാലിസിസ് ഹെൽപ്പ് ചെയ്യും അല്ലെ. ബോഡീനെ നോർമലി റൺ ചെയ്യിക്കാനായിട്ട് ഡയാലിസിസ് ഹെൽപ്പ് ചെയ്യും. Without dialysis, salts and other waste product will pile up in the blood. ഇനി നമുക്ക് എന്താ ഇനി ഡയാലിസിസ് ഇല്ലെങ്കിലോ നമുക്ക് കിഡ്നിയുടെ ഫങ്ഷൻ ഇതായി നോർമൽ അല്ല. നമുക്ക് ഡയാലിസിസും നമുക്കത് ഡയാലിസിസ് അപ്പോ നമ്മൾ ചെയ്തില്ല. ഡയാലിസിസ് ഇല്ലെങ്കിലോ സോൾട്ട് മറ്റുള്ള വേസ്റ്റ് പ്രൊഡക്റ്റ് ഇതെല്ലാം നമ്മുടെ ബ്ലഡില് അടിഞ്ഞുകൂടും അല്ലെ. പോയിസൺ ദ ബോഡി, നമ്മുടെ ബോഡിക്ക് പോയിസൺ ആവും. ആൻഡ് ഡാമേജ് അതർ ഓർഗൻസ്, അത് മറ്റുള്ള ഓർഗൻസിലേക്കൊക്കെ വ്യാപിക്കും. അതിനുള്ള മറ്റുള്ള ഓർഗൻസിനൊക്കെ ഡാമേജ് ആക്കും. അവസാനം മരണം വരെ സംഭവിക്കാം. ഓക്കെ, അതാണ് അത്രത്തോളം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഡയാലിസിസ് പറയുന്നത്. അപ്പൊ കിഡ്നിക്ക് നോർമൽ ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഡയാലിസിസ് ചെയ്യണം. ഇനി ഡയാലിസിസ് ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ വിത്തൗട്ട് ഡയാലിസിസ് ചെയ്തില്ലെങ്കിലോ ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് ഒക്കെ നമ്മുടെ ബ്ലഡിൽ അടിഞ്ഞുകൂടുന്നു, നമ്മുടെ ബോഡിക്ക് പോയിസൺ ആവുന്നു. അത് നമ്മുടെ മറ്റുള്ള ഓർഗൻസിനൊക്കെ ഡാമേജ് വരുത്തുന്നു. അപ്പൊ ഓർഗൻസ് ഒക്കെ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അവസാനം മരിച്ചു പോകും അല്ലെ. നമുക്ക് ഡെത്ത് വരെ സംഭവിക്കാം. അപ്പൊ അതിനകത്ത് നിങ്ങൾ നോക്കേണ്ടത് നമുക്ക് അതിനകത്ത് ഫങ്ഷൻസ് ചോദിക്കാം കേട്ടോ. അതിനകത്ത് കിഡ്നിയുടെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. ഏതൊക്കെയായിരുന്നു നമ്മുടെ ഫങ്ഷൻ പറഞ്ഞത്? ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഫസ്റ്റ് ഫങ്ഷൻ നമ്മൾ പറഞ്ഞു പ്രിവെന്റ് എക്സ്ട്രാ വാട്ടർ വേസ്റ്റ് ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസ് ഫ്രം പൈലിംഗ് അപ്പ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുന്ന അതിനെ എക്സ്ട്രാ വാട്ടർ വേസ്റ്റ് മറ്റുള്ള ഇമ്പ്യൂരിറ്റി ഒക്കെ അടിഞ്ഞുകൂടാതെ അതിനെ പ്രിവെന്റ് ചെയ്യുന്നു, തടയുന്നു. അടിഞ്ഞുകൂടാതെ പ്രിവെന്റ് ചെയ്യുന്നു, തടയുന്നു. രണ്ടാമത്തെ ഫങ്ഷൻ പറഞ്ഞത് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. They also help to control the blood pressure. Blood pressure control ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ നമുക്ക് പറയാം control the level of chemical elements in the blood അല്ലെ. അതായത് സോഡിയം പൊട്ടാസ്യം പോലുള്ള എലമെന്റ്സ്, കെമിക്കൽ എലമെന്റ്സ് അതിന്റെ ലെവല് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. Control the level of chemical elements in the blood. പിന്നെ അടുത്ത മൂന്നാമത്തെ പറഞ്ഞത് ഈ കിഡ്നി എന്ത് ചെയ്യുന്നു? ഒരു വൈറ്റമിൻ ഡിയുടെ ഒരു രൂപത്തെ പോലും സജ്ജമാക്കുന്നു. അത് വൈറ്റമിൻ ഡി എന്താ ചെയ്യുന്നത്? കാൽസ്യം അബ്സോർപ്ഷനെ എൻഹാൻസ് ചെയ്യുന്നു, കാൽസ്യത്തെ അബ്സോർബ് ചെയ്യുന്നു. വൈറ്റമിൻ ഡി ദാറ്റ് ഹെൽപ്പ് യു ബോഡി അബ്സോർബ് കാൽസ്യം. നമ്മുടെ ബോഡി കാൽസ്യം അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഡി. അപ്പൊ അതിന്റെ ഒരു രൂപം, അതായത് കാൽസിട്രയോൾ എന്ന് പറഞ്ഞു, അതൊരു ഹോർമോൺ ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കിഡ്നി സഹായിക്കുന്നു. അത്രയും ഫങ്ഷൻസ് നോക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും ഡിസീസോ അല്ലെങ്കിൽ ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ട് കിഡ്നിക്ക് അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഡയാലിസിസ് ഹെൽപ്പ് ചെയ്യും അല്ലെ. അപ്പൊ നോർമലി അതിന്റെ നമ്മുടെ ബോഡിയിലെ കാര്യങ്ങൾ ഇതുപോലെ വേസ്റ്റിനെയൊക്കെ കളയാനായിട്ട് ഡയാലിസിസ് ഹെൽപ്പ് ചെയ്യും. ഡയാലിസിസ് ഇല്ലെങ്കിലോ വിത്തൗട്ട് ഡയാലിസിസ് എന്ത് ചെയ്യുന്നു? ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് ഒക്കെ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുന്നു. അത് നമ്മുടെ ബോഡിക്ക് പോയിസൺ ആവുന്നു, മറ്റുള്ള ഓർഗൻസിനും ഡാമേജ് ആകുന്നു. അവസാനം നമുക്ക് ഡെത്ത് വരെ സംഭവിക്കാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഫങ്ഷൻസ് വരെ ഓക്കെ? യെസ്, ഓക്കെ, വെരി ഗുഡ്. ഇനി ഒരു കുറച്ച് ഇതും കൂടി നമുക്ക് നോക്കാം. നമുക്ക് ടൈപ്പ് ഓഫ് ഡയാലിസിസ്, പല തരത്തിലുള്ള ഡയാലിസിസ് ആണ് പറയുന്നത്. ഇവിടെ ആരെങ്കിലും ചോദിച്ചായിരുന്നോ? എവിടെയാ നിങ്ങളുടെ ആരെങ്കിലും ഡയാലിസിസ് ചെയ്യുന്നവരുണ്ടോ? സഫീറ ചോദിച്ചു എന്ന് പറഞ്ഞു. ഏത് ഡയാലിസിസ് അവര് ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ പോയിട്ടാണോ വീട്ടിലാണോ ചെയ്യുന്നത്? ഏത് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണെന്ന് പറഞ്ഞു? ചോദിച്ചോ? ജസ്റ്റ് നിങ്ങൾ ഡയറക്റ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾക്കും കുറച്ചും കൂടി നമുക്കൊരു ജിജ്ഞാസ ഉണ്ടാവും, നമുക്ക് അറിയാനുള്ളത്. ഡയാലിസിസ് സെന്ററിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ,
അപ്പൊ നമുക്ക് പല തരത്തിലുള്ള ഡയാലിസിസുകളാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് എ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ഹീമോഡയാലിസിസ്. ഓക്കെ, സഫിയർ ഹീമോഡയാലിസിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററിലോ അത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പലതരത്തിലുള്ള ഡയാലിസിസ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് ആണ് ഹീമോഡയാലിസിസ്, HD എന്ന് പറയും. HD, ഹീമോഡയാലിസിസ്. എക്സ്പാൻഡ് HD, അവിടെ ചെറിയതാണെങ്കിലും എക്സ്പാൻഡഡ് ഫോം നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. നമ്മള് ഇതിനകത്ത് നിങ്ങൾക്ക് ഷോർട്ട് ഫോംസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാണ്ട്. അപ്പൊ അതിനകത്ത് HD എന്ന് കണ്ടു കഴിഞ്ഞാൽ ഹീമോഡയാലിസിസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ടെർമിനോളജി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് കുറെ അബ്രിവേറ്റഡ് ഫോംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഷോർട്ട് ഫോംസ്, അതിന്റെ അബ്രിവേഷൻ ഒക്കെ പഠിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ HD കണ്ടു കഴിഞ്ഞാൽ ഹീമോഡയാലിസിസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഹീമോഡയാലിസിസ്. ഓക്കെ, the most common type of dialysis is ഹീമോഡയാലിസിസ്. ഏറ്റവും സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു തരം ഡയാലിസിസ് ആണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ചോദിക്കാം, ആ സെയിം സെന്റൻസ് തന്നെ ചോദിക്കാം, വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ്. എന്നിട്ട് ഓപ്ഷൻ തരും, ഹീമോഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ്, CRRT, നൺ ഓഫ് ദ എബോവ്. അങ്ങനെ ഓപ്ഷൻസിന് ക്ഷാമമൊന്നുമില്ല, എന്ത് വേണമെങ്കിലും നമുക്ക് ഓപ്ഷൻ എടുത്തിടാം. പക്ഷെ നമ്മുടെ കറക്റ്റ് ആൻസർ അവിടെ കിടക്കുന്നുണ്ടാവും, അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന ഡയാലിസിസ് ഏതാ? ഹീമോഡയാലിസിസ്. ഓക്കെ, which is the most common type of dialysis, hemodialysis. Underline ചെയ്തിട്ട് കേട്ടോ ആ സെന്റൻസ്. most common type of dialysis hemodialysis ആണ്. Okay, hemodialysis is a method in which a dialysis machine and a special filter called an artificial kidney or a dialyzer is used. അപ്പൊ നോക്കിയേ, ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ആണ്. അതിന് എന്ത് വേണം, എന്തൊക്കെ വേണം? ഒരു ഡയാലിസിസ് മെഷീൻ വേണം, ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു ഡയാലിസിസ് മെഷീൻ വേണം, പിന്നെ ഒരു ഡയലൈസറും വേണം. DIALYZER. അണ്ടർലൈൻ ചെയ്തിട്ടെ. അത് രണ്ടും ഉപയോഗിച്ച്, ഡയാലിസിസ് മെഷീനും ഡയലൈസറും ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹീമോഡയാലിസിസ്. ഓക്കെ, ഡയാലിസിസ് മെഷീനും ഡയലൈസറും ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഡയാലിസിസ് മെഷീൻ ആൻഡ് എ സ്പെഷ്യൽ ഫിൽറ്റർ ഈസ് കോൾഡ് ആൻ ആർട്ടിഫിഷ്യൽ കിഡ്നി. അപ്പൊ അത് സ്പെഷ്യൽ ആയിട്ടുള്ള ഫിൽറ്റർ, അത് അതിനെയൊക്കെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ഫിൽറ്റർ ആൻഡ് ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ ഡയലൈസർ. കണ്ടോ, അപ്പൊ ആർട്ടിഫിഷ്യൽ കിഡ്നി ഏതാ? ഡയലൈസർ ആണ്. ഡയലൈസർ, ആർട്ടിഫിഷ്യൽ കിഡ്നി and a special filter called an artificial kidney or a dialyzer, അല്ലെങ്കിൽ ഡയലൈസർ ഉപയോഗിക്കുന്നു. അപ്പൊ എന്തൊക്കെ വേണം? ഡയാലിസിസ് മെഷീനും വേണം, ഡയലൈസറും വേണം. ഡയലൈസർ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ കിഡ്നിയാണ്, നേരെ കിഡ്നി അല്ല. ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മളത് ഫിൽറ്റർ ചെയ്യുന്ന സ്പെഷ്യൽ ഫിൽറ്റർ ആണ് ഡയലൈസർ. അപ്പൊ സ്പെഷ്യൽ ഫിൽറ്റർ ഏതാ? ഡയലൈസർ. ഓക്കെ, ഡയലൈസർ called an artificial kidney or a dialyzer is used. അതാണ് അതിൽ ഉപയോഗിക്കുന്നത്. ആർട്ടിഫിഷ്യൽ കിഡ്നി, ഹീമോഡയാലൈസർ. ഓക്കെ, ആർട്ടിഫിഷ്യൽ കിഡ്നി ഹീമോഡയാലൈസർ എന്ന് പറയാം. ഹീമോഡയാലൈസർ eliminate waste and scalpels fluid from the blood. അപ്പൊ നമ്മുടെ ബ്ലഡിലുള്ള വേസ്റ്റുകൾ, സ്കാൽപ്പൽസ് എന്ന് പറഞ്ഞാൽ അധികമായിട്ട് വരുന്നത്, സ്കാൽപ്പൽസ് അധികമായിട്ട് വരുന്നത്, ഫ്ലൂയിഡ്സ് എക്സ്ട്രാ നമ്മൾ വരുന്ന ഫ്ലൂയിഡിനെ, ഇതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യും. വേസ്റ്റിനെ, അധികമായിട്ടുള്ള ഫ്ലൂയിഡ്, ഇതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യും. ആര്? ഹീമോഡയാലൈസർ. ആ ആർട്ടിഫിഷ്യൽ കിഡ്നി എലിമിനേറ്റ് ചെയ്യും. The filtered blood is then sent back to the body with the help of dialysis machine. Okay, എന്നിട്ട് അതിന്റെ നമ്മുടെ ബ്ലഡിലുള്ള ആ വേസ്റ്റുകളെ, എക്സ്ട്രാ വരുന്ന ഫ്ലൂയിഡിനെ, ഇതിനെല്ലാം ആർട്ടിഫിഷ്യൽ കിഡ്നി എലിമിനേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ നമ്മുടെ ബ്ലഡിലെ തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് തന്നെ കയറ്റും. എന്തിന്റെ സഹായത്തോടുകൂടി? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയാലിസിസ് മെഷീൻ. ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടി ആ
വേസ്റ്റിനെയൊക്കെ കളഞ്ഞ് നമ്മുടെ ബ്ലഡ് പുറത്തേക്ക് എടുത്ത് നമ്മൾ അതിനെയൊക്കെ എന്ത് ചെയ്യുന്നു, ആ മെഷീനിൽ കൂടെ ഇട്ടിട്ട് അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് തിരിച്ച് ആ മെഷീന്റെ സഹായത്തോടു കൂടി തന്നെ നമ്മുടെ ബോഡിയിലേക്ക് കയറ്റുക ചെയ്യുന്നത്. അതാണ് ഈ ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്നു, അതിന്റെ വേസ്റ്റിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നു, തിരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ബ്ലഡിലേക്ക്, നമ്മുടെ ആ ബോഡിയിലേക്ക് തന്നെ ആ ഫിൽറ്റർ ചെയ്ത, പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ തിരിച്ച് കയറ്റുന്നു. ഇതാണ് ഹീമോഡയാലിസിസിൽ പറയുന്നത്. The filtered blood then sent back to the body with the help of a dialysis machine. Before starting hemodialysis, ഈ ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു ചെറിയൊരു സർജറി ചെയ്യണം. മൈനർ സർജറി. നമുക്ക് ബ്ലഡ് പുറത്തേക്ക് എടുക്കണ്ടേ അല്ലേ? നമ്മുടെ വെയിനിൽ കൂടെ പോകുന്ന ബ്ലഡ് അത് നമുക്ക് പുറത്തേക്ക് വേണ്ടേ പ്യൂരിഫൈ ചെയ്യാൻ? അതിന് വേണ്ടിയിട്ട് എന്താ, ഒരു ചെറിയൊരു സർജറി ചെയ്യണം. അത് വാസ്കുലർ അസസൈറ്റ്. അതിനാണ് വാസ്കുലർ അസസൈറ്റ്. ഓപ്പണിംഗ് ഇൻ ടു വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽ. നമ്മുടെ ബ്ലഡ് വെസൽ, രക്തക്കുഴലുകളിൽ ഏതെങ്കിലും ഓപ്പൺ ചെയ്യുന്ന, തുറക്കുന്ന ഒരു പ്രോസസ്സ്, അതിനാണ് വാസ്കുലർ അസസൈറ്റ് എന്ന് പറയുന്നത്. Opening into one of your blood vessel, normally in the patient. നമ്മുടെ പേഷ്യൻസിന്റെ കൈകളിലാണ് സാധാരണയായിട്ട് ഈ ഒരു സർജറി ചെയ്യുന്നത്. ബ്ലഡ് പുറത്തേക്ക് എടുക്കാനുള്ള ആ ഒരു സർജറി അത് സാധാരണയായി കയ്യിലാണ് ചെയ്യുന്നത്. ദിസ് അസസൈറ്റീസ്, അതിനെയാണ് അസസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പണിങ്, നമ്മൾ തുറക്കുന്ന ഒരു സർജറി. The ascite is important to have an easy way to get blood from the body through the dialyzer and back into the body. അപ്പൊ ഈ അസസൈറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേ ആണ്, ഒരു മാർഗമാണ്. നമുക്കിത് ബ്ലഡ് പുറത്തേക്ക് എടുക്കണ്ടേ? നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് പുറത്തേക്ക് എടുക്കാന് അവിടെ ചെയ്യുന്ന ഒരു മൈനർ സർജറി, അത് ഓപ്പണിങ്ങിനാണ് വാസ്കുലർ അസസൈറ്റ് എന്ന് പറയുന്നത്. ഓപ്പണിംഗ് ഇൻ ടു വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽ. നമ്മുടെ രക്തക്കുഴലുകള് അതിൽ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യുന്നു, അതാണ് വാസ്കുലർ അസസൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ അസസൈറ്റ് ആണ്. അത് സാധാരണയായി നമ്മുടെ പേഷ്യൻസിന്റെ കൈകളിലാ ചെയ്യുന്നതെന്ന് പറയുന്നു. ഈ അസസൈറ്റ് ആണ് നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുക്കാനും ആ ഡയാലിസിസിൽ കൂടെ നമ്മൾ തിരിച്ച് നമ്മുടെ പ്യൂരിഫൈ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ആ പേഷ്യൻസിന്റെ ബോഡിയിലേക്ക് തന്നെ കയറ്റാനുമുള്ള ഒരു ഓപ്പണിങ്. The different type of access for hemodialysis. ഇനി നമുക്ക് പലതരത്തിലുള്ള access ആണ്. അത് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. എല്ലാം കൂടി വാരി വലിച്ച് നോക്കണ്ട, ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഹീമോഡയാലിസിസ് ഒന്നോടെ ഞാൻ പറയാം. അതായത് നമ്മുടെ പേഷ്യന്റിന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് ഒരു മെഷീൻ, ആ മെഷീനിലിട്ട്, ഡയാലിസിസ് മെഷീൻ അതിനകത്ത് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, പ്യൂരിഫൈ ചെയ്തിട്ട് അതേ രക്തം തന്നെ ബ്ലഡ് ആ ബോഡിയിലേക്ക് കയറ്റുന്നു, ശരീരത്തിലേക്ക് കയറ്റുന്ന ഒരു പ്രോസസ് ആണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം നോക്കാം കേട്ടോ. ഓപ്പണിങ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നിങ്ങൾക്ക് അത് യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. നമ്മളിപ്പോ ഡയറക്റ്റ് ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ കാര്യം വീഡിയോസ് ഇതിനകത്ത് ഷെയർ ചെയ്ത നമ്മുടെ സമയവും പോകും. പിന്നെ നമുക്ക് ആ ക്ലാസ്സിന്റെ ആ ഇതേ അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബില് എല്ലാം കറക്റ്റ് ആയിട്ട് അതിന്റെ ചെറിയ ആനിമേഷൻ ഇല്ലേ, അത് നിങ്ങൾ എന്തായാലും ഫോൺ ഉപയോഗിക്കാത്തവരല്ലല്ലോ. ഫോൺ ഇഷ്ടംപോലെ സമയം നമ്മൾ സിനിമ കാണാനും മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് സമയം നമ്മുടെ പഠനാവശ്യങ്ങൾക്ക് കൂടി നിങ്ങൾ ഉപയോഗിക്കുക. അതിനകത്ത് ഹീമോഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ് ഒക്കെ കളർ കറക്റ്റ് ആയിട്ട് ആ ആനിമേഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരു മിനിറ്റ് 1.5 മിനിറ്റ് ഒക്കെ ഉള്ള ചെറിയ ഷോർട്ട് വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹീമോഡയാലിസിസ് ഇന്ന് തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. യൂട്യൂബിൽ കയറിയിട്ട് ഹീമോഡയാലിസിസ് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പൊ അതിനകത്ത് ആനിമേഷൻ ആകുമ്പോൾ നമുക്ക് അധികം സമയമില്ല. നമ്മൾ കുറച്ച് സമയം, ഒരു 1.5 മിനിറ്റ് ഒക്കെ ഉള്ളൂ. ചെറിയ ഷോർട്ട് വീഡിയോസ് അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് സഹായകമാകും. നമുക്ക് ക്ലാസ്സിന് നിങ്ങൾക്ക് എന്താ പറയാ പഠിക്കാൻ എളുപ്പമായിരിക്കും. ഒന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കാം. അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങൾ കണ്ട വീഡിയോ ഏതാണെന്നുള്ള അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ ചോദിക്കാം. അപ്പൊ നമ്മള് ഈ പല തരത്തിലുള്ള ഡയാലിസിസ് പഠിച്ചത്. അതിൽ ഒന്നാമത്തെയാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഹീമോഡയാലിസിസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ പേഷ്യന്റിന്റെ ബ്ലഡ് അത് ആ പേഷ്യന്റ് ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് അതൊരു മെഷീനിൽ ഇട്ടിട്ട് നമ്മൾ ആ ഡയാലിസിസ് മെഷീനും ഡയാലിസറും സ്പെഷ്യൽ ഫിൽറ്റർ
ആർട്ടിഫിഷ്യൽ കിഡ്നി ഡയാലിസിസും ഉപയോഗിച്ചുകൊണ്ട് അതെന്ത് ചെയ്യുന്നു, പ്യൂരിഫൈ ചെയ്യുന്നു. ആ ബ്ലഡ് പ്യൂരിഫൈ ചെയ്തിട്ട് ആ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് എന്ത് ചെയ്യുന്നു, തിരിച്ച് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കയറ്റുന്നു. അത്രയും മനസ്സിലായോ? പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നു, അത് ഡയാലിസിസ് മെഷീന് ഡയാലിസറിന്റെ സഹായത്തോടു കൂടി അത് പ്യൂരിഫൈ ചെയ്യുന്നു, വേസ്റ്റിനെ ഒക്കെ റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് ആ ബ്ലഡ് തിരിച്ച് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കയറ്റുന്നു. അതാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. അത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഡയാലിസിസ് ആണ് ഹീമോ ഡയാലിസിസ്. അതിനകത്ത് എന്തൊക്കെ വേണമെന്നാ പറഞ്ഞേ? ഡയാലിസിസ് മെഷീന് വേണം, ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ ഡയലൈസറും ഉപയോഗിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ കിഡ്നിക്കാണ് ഹീമോ ഡയലൈസർ എന്ന് പറയുന്നത്. ചോദിക്കാം, ആർട്ടിഫിഷ്യൽ കിഡ്നി അന്ന് നോട്ട് ചെയ്തിടാട്ടോ. ഹീമോ ഡയലൈസർ അതെന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് വേസ്റ്റ് ആൻഡ് സ്കർപ്പേഴ്സ്. സ്കർപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അധികമായിട്ട് വരുന്ന ഫ്ലൂയിഡ്, ബ്ലഡിലുള്ള ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ദ ഫിൽറ്റർഡ് ബ്ലഡ് ഈസ് ദെൻ സെൻഡ് ബാക്ക് ടു ദ ബോഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയാലിസിസ് മെഷീൻ. ആ ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടി തന്നെ അശുദ്ധീകരിച്ച ഫിൽറ്റർ ചെയ്ത ബ്ലഡ് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കയറ്റുന്നു. ഇനി നമുക്ക് ബ്ലഡ് എടുക്കണ്ടേ? ബ്ലഡ് പുറത്തേക്ക് എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സർജറി വേണം. അതാണ് ബിഫോർ സ്റ്റാർട്ടിങ് ഹീമോഡയാലിസിസ്. അപ്പൊ ഈ ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം എന്ത് ചെയ്യണം, ഒരു സർജറി ചെയ്യണം. എന്തിനാ? ബ്ലഡ് വെസൽ ഓപ്പൺ ചെയ്യണ്ടേ? ആ ബ്ലഡ് വെസൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ചെറിയ സർജറി അവിടെ ചെയ്യണം. മൈനർ സർജറി ഈസ് റിക്വയർഡ് ടു മേക്ക് എ വാസ്കുലർ അസസൈറ്റ്. സ്പോർട്സ് സൈറ്റ്, ഓക്കെ, സ്പോർട്സ് സൈറ്റ് അല്ലെങ്കിൽ വാസ്കുലർ അസസൈറ്റ് എന്ന് പറയുന്നത്. ആ സർജറി ചെയ്ത് അത് പെട്ടെന്ന് ആവണമെങ്കിൽ അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ പറയണ്ടേ, 2-3 ആഴ്ച, പിന്നെ അത് ഫിസ്റ്റുല, അത് പലതിന് വ്യത്യാസമുണ്ട്. ആ കുറച്ച് സമയം വേണ്ടി വരും അത് ഉണങ്ങാനായിട്ട്. അപ്പൊ ആദ്യം തന്നെ ഡയാലിസിസ് ചെയ്യണതിന് മുന്നേ ഡോക്ടർ എന്താ ചെയ്യുക, അപ്പൊ ഈ സർജറിയെ ചെയ്യുന്നത്. ഈ സർജറി ചെയ്ത് ആ മുറിവ് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് അതിൽ കൂടെയാണ് ഡയാലിസിസ് ചെയ്യുന്നത്. Okay, before starting hemodialysis, minor surgery is required to make vascular assassite, opening into one of your blood vessel. നമ്മുടെ ബ്ലഡ് വെസൽ ഓപ്പൺ ചെയ്യുന്ന ഒരു സർജറി വേണം. നോർമലി സാധാരണ എവിടെ ചെയ്യുന്ന സർജറി? നമ്മൾ ബ്ലഡ് എടുക്കാനുള്ള ഒരു സർജറി അത് പ്രിഫറൻസ് ആമിലാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ സാധാരണയായിട്ട് ആമിലാണ് ചെയ്യുന്നത്. This assassite is important to have easy way to get blood from the body through the dialyzer and back into the body. അപ്പൊ ഈ അസസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് നമുക്ക് ബ്ലഡ് പുറത്തേക്ക് എടുക്കാനും അത് പ്യൂരിഫൈ ചെയ്ത് തിരിച്ച് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് കൊടുക്കണ്ടേ, അത് തിരിച്ച് ബോഡിയിലേക്ക് തന്നെ കൊടുക്കാനുമുള്ള ഒരു മാർഗമാണ് ഈ അസസൈറ്റ് എന്ന് പറയുന്നത്. ഡിഫറെന്റ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പലതരത്തിലുള്ള അസസൈറ്റ് ഏതാണെന്ന് നോക്കാം കേട്ടോ. ഹീമോഡയാലിസിസിന് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള അസസൈറ്റ് ഏതാണെന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഒന്ന് വായിച്ചു വെക്കുക. ഹീമോഡയാലിസിസ് നോക്കുക. യൂട്യൂബിൽ കയറി ഹീമോഡയാലിസിസ് അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് അതിന് ചെറിയ ചെറിയ വീഡിയോസ് കാണാം. അപ്പൊ ഡയറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടി നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. ഓക്കെ, ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട ചാപ്റ്റർ ആണ്. ഇതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പിന്നെ പഠിച്ച കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോ. ഓക്കെ, വെരി ഫാസ്റ്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഗ്രൂപ്പിലൊന്ന് കയറി കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാവർക്കും ഒക്കെ കാണാലോ. ഒരു 2 മിനിറ്റ് ഒക്കെ മതി, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ.